Hello, Assalamu alaikum and welcome back to yet another brand new episode of Being Loose. So ഞാൻ ഇന്ന് ഈ ഒരു ലുക്കിൽ വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ബെയർ ഫേസിലാണ് ഇരിക്കുന്നത്. ആകെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളൂ. ഐ എം ഹിയർ ടു ഷോ യു എ ഡീറ്റെയിൽഡ് വീഡിയോ ഓൺ ഫേഷ്യൽ ഹെയർ റിമൂവൽ. ഇതിപ്പോൾ 2024 ആയല്ലേ, പക്ഷെ ഇപ്പോഴും ഫേഷ്യൽ ഹെയർ റിമൂവൽ എന്നുള്ളൊരു കേസ് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ആർ റിയലി കോൺഷ്യസ്. അപ്പോൾ ഇതിനൊക്കെയുള്ള കാരണം നമ്മളെ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ മിത്തുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതും. സോ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവലിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള ഒരു 3 വലിയ മിത്തുകളുടെ കാര്യം ഞാൻ ആദ്യം പറയാം. അതിൽ ഫസ്റ്റത്തെ കേസ് വന്നിട്ട് നമ്മൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേഷ്യൽ ഹെയർസ് ഭയങ്കര തിക്കർ ആൻഡ് ഡാർക്കർ ആയിട്ട് വളരുമോ അല്ലെങ്കിൽ കരടീനെ പോലെ ഇരിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊക്കെ താടി വരേണ്ട ടൈം കഴിഞ്ഞു. കാരണം ഞാൻ ഇതൊക്കെ കുറേ കാലമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത് കാണുന്ന പലർക്കും പൊതുവേ ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും അത്. അങ്ങനെ ഒരിക്കലും ഇല്ല ഗൈസ്, അത് വെറും തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മുടെ ഒരു ഫേഷ്യൽ ഹെയറിന്റെ നോർമൽ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേഷ്യൽ ഹെയർ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബോഡിയിലുള്ള മൊത്തം ഹെയറിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടത്തിൽ തിക്കറും ടോപ്പിൽ അത് തിന്നറും ആയിരിക്കും. അപ്പൊ നമ്മളിത് ഷേവ് ചെയ്ത് പിന്നെ വരുന്ന ഹെയർസ് തൊട്ട് നോക്കുമ്പോൾ നമുക്കത് തിക്കറായിട്ട് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് അത് നമ്മൾ ബോട്ടത്തിൽ എത്തിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അത് നോർമലി ഗ്രോ ചെയ്ത് വരുമ്പോൾ തിന്നറായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ അതിനോണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഭയങ്കര ഡാർക്കറായിട്ട് വരുന്നു എന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ കേട്ട് ഉണ്ടാക്കുന്ന കുറെ തെറ്റിദ്ധാരണകളാണ്. സോ അങ്ങനത്തെ ഒരു കേസില്ല. പിന്നത്തെ ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഫേഷ്യൽ റേസേഴ്സോ അല്ലെങ്കിൽ ഷേവിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ ആക്നെ ഉണ്ടാവും. അതും വലിയൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് ഭയങ്കര പെയിൻഫുൾ ആണ് എന്നുള്ളതാണ്. അതും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഗൈസ്. കാരണം ഇതൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയും ഒരു 2 times എങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. പെയിൻഫുൾ ആണെങ്കിൽ നമ്മൾ ആരും പഠിക്ക് നിൽക്കില്ലല്ലോ. പിന്നെ ഞാൻ പൊതുവേ ഈ ബ്രൈഡൽ മേക്ക് ഓവേഴ്സിനൊക്കെ പോകുന്ന സമയത്ത് ബ്രൈഡ്സിനോട് ഈ സ്കിൻ പ്രെപ്പിന്റെ സമയത്ത് തന്നെ ഹെയർസ് ഉണ്ടെങ്കിൽ ഞാൻ റിമൂവ് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ ദേ വിൽ ബി ലൈക്ക് വെരി കോൺഷ്യസ്. കാരണം അവർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും, ഡാർക്കർ ആവോ തിക്കർ ആവോ. എന്നിട്ട് ഞാനാണ് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഈ ഒരു ഹെയർ റിമൂവൽ ചെയ്യാറുള്ളത്. കാരണം നമ്മുടെ മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ട് കിട്ടാനും ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷ് കിട്ടണമെങ്കിലൊക്കെ ഈ ഒരു പ്രോസസ്സ് നിർബന്ധമാണ്. ഓൾസോ നമ്മൾ ഈ സ്കിൻ പ്രെപ്പ് ചെയ്യുന്ന സമയത്ത് സ്കിൻ കെയർ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുമ്പം അതൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകണമെങ്കിലും ഈ ഒരു പ്രോസസ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓൾസോ നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടെ സ്മൂത്ത് ഫിനിഷിലെത്താനും ഈ ഒരു പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സ് ആണ്. സോ ഫസ്റ്റ് ടിപ്പ് ഇസ് ഓൾവേസ് ഗോ ഫോർ എ ഫേസ് റേസർ. ഞാൻ ഒരുപാട് പേര് ഇങ്ങനെയുള്ള ബോഡി റേസേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ദിസ് വിൽ ഇറിറ്റേറ്റ് യുവർ സ്കിൻ. ഇതിന് ചാൻസസ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഇത് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു റെഡ്നെസ് വരാനും ഇറിറ്റേഷൻ വരാനും ഒക്കെ ചാൻസസ് ഉണ്ട്. ആ സമയം കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഫേഷ്യൽ റേസേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇറിറ്റേഷൻ ഒഴിവാക്കാം. സെക്കൻഡ് ടിപ്പ് ഇസ് ഓൾവേസ് സാനിറ്റൈസ് യുവർ റേസേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ്. കാരണം നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്ന സാധനമാണ്. എപ്പോഴും അത് ക്ലീൻ ആൻഡ് വാഷ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഓൾസോ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത് പിന്നെ കഴുകാതെയാണ് അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ് ഇറിറ്റേഷൻസ് ആൻഡ് അതർ സ്കിൻ പ്രോബ്ലംസ്. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ആക്റ്റീവ് പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ കൊണ്ടുപോയിട്ട് ബ്ലേഡ് വെക്കാണ്ടിരിക്കാൻ നോക്കുക. അങ്ങനെ ബ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ആ ഒരു ആക്നെ ഒന്നും കൂടെ വേഴ്സൺ ആവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ആക്നെ കണ്ടീഷൻ മാറുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് യൂസ് എൻ അലോവേര ജെൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷേവിങ്. നമ്മൾ ബിഫോർ ഷേവിങ് അലോവേര ജെൽ യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ റേസേഴ്സ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോയിക്കോളും. അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ മേക്ക് ഷുവർ യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസും നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുക കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ പാടെ തന്നെ അങ്ങനെ നീറ്റ് പോകരുത്. ഓൾവേസ് യൂസ് യുവർ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ. ഏതെങ്കിലും
മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസ് ക്ലെൻസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അലോവേര ജെൽ അപ്ലൈ ചെയ്യണം. അതിലിപ്പോൾ 100% ട്രസ്റ്റഡ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വൃക്ഷവേദ ബ്രാൻഡിന്റെ ഈ ഒരു അലോവേര ജെല്ലാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഓർഗാനിക് ആണ്, പ്യുവർ ആൻഡ് നാച്ചുറൽ. കാരണം ഈ ഒരു ബ്രാൻഡ് സ്മോൾ സ്കെയിൽ ഫാമേഴ്സിന്റെ കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ഫേഷ്യൽ റേസർ എടുക്കുക. മേക്ക് ഷുവർ ദ ബ്ലേഡ് ഇസ് നൈസ് ആൻഡ് ഷാർപ്പ്. എന്നിട്ട് ഇതേപോലെ സ്കിൻ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് റേസർ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാതെ ജസ്റ്റ് ഒരു 45 ഡിഗ്രീസിൽ പിടിച്ചിട്ട് ഇതേപോലെ സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് ചെറിയ ചെറിയ സ്ട്രോക്സിൽ നിങ്ങൾ ഷേവ് ചെയ്തിട്ട് പോവാട്ടോ. എന്നിട്ട് തന്നെ ഹോൾ ഫേസ് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നമ്മളെല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യം, നമ്മൾ ഇതേ റേസർ തന്നെ പല തവണയായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യാണ്ട് ഇതൊരു 2 to 3 ടൈംസ് മാത്രം ഉപയോഗിച്ചിട്ട് വേറെ റേസർ ഉപയോഗിക്കുക. കാരണം അലർജീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇനി ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലേഡ് നിങ്ങളുടെ ആക്നെ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാണ്ടിരിക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആക്നെ കംപ്ലീറ്റ്ലി ഹീൽ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി വാക്സിംഗ് ആണോ ഷേവിംഗ് ആണോ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഷേവിങ്. കാരണം വാക്സിങ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിനെ നമ്മൾ കുറെ പ്രസ് ചെയ്യുകയും പുള്ള് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം സ്കിന്ന് സ്വാഭാവികമായിട്ടും ഇറിറ്റേറ്റഡ് ആവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ഷേവിങ്ങിൽ നമുക്ക് ആ ഒരു റിസ്ക് ഇല്ല. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ ഇപ്പോൾ ക്ലീൻ ചെയ്ത ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മിസലാർ വാട്ടർ കുറച്ച് കോട്ടൺ പാഡിലാക്കിയിട്ട് ഇതേപോലെ വൈപ്പ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്ലെൻസിങ്ങിന്റെ ഭാഗം കൂടി ആയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ നോർമൽ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനിയുള്ള പണി നമുക്കൊരു പോസ്റ്റ് ഷേവിംഗ് ജെൽ അപ്ലൈ ചെയ്യണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ വൃക്ഷവേദ ബ്രാൻഡിന്റെ അലോവേര ജെല്ലാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ബൈയിങ് ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ ഡെഫിനറ്റ്ലി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ 5 മിനിറ്റ് റുട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മേക്കപ്പും നിങ്ങളുടെ സ്കിന്നും എല്ലാം ഫ്ലോലെസ് ആയിട്ടിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഗൈസ്, ഇത്രയാണ് എൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഫേഷ്യൽ ഹെയർ റിമൂവൽ റുട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ്. എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഡു ഗിവ് എ തംസ് അപ്പ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഐ വിൽ സീ യു ഓൾ വിത്ത് ദ അതർ വീഡിയോ. Until then, stay tuned. I love you all. Thank you for watching. Lots of love.